പ്രിയമുള്ളവരെ, ഓലത്താന്നി തിരുഹൃദയ ദേവാലയം നിറ്റ്സ് അവതരിപ്പിക്കുന്ന നാടകം കാണാനെത്തിയിരിക്കുന്ന നിങ്ങൾക്ക് ഇവർക്കും സ്നേഹസ്വാഗതം. ലഹരി എന്ന മഹാമാരി ലോകമാസകലം പടർന്നു പന്തലിക്കുകയാണ്. ഇരുട്ടിൻ്റെ വ്യാപാരികൾ നമ്മുടെ മക്കളുടെ സ്വപ്നങ്ങൾക്ക് തീയിടുമ്പോൾ തകരുന്നത് ഒരു വ്യക്തിയല്ല, ഒരു കുടുംബവും സമൂഹവുമാണ്. ലഹരിയുടെ ഉപയോഗത്തിനെതിരെ പ്രതിരോധം തീർത്തുകൊണ്ട് ഓലത്താന്നി തിരുഹൃദയ ദേവാലയം നിറ്റ്സ് അവതരിപ്പിക്കുന്നു നഷ്ടസ്വർഗം. നഷ്ടസ്വർഗം, നഷ്ടസ്വർഗം. നാടകരചന സജി മരിയാപുരം, സ്റ്റുവർട്ട് ഹാരിസ്. നൃത്ത സംവിധാനം സ്മിത പ്രമോദ്. നൃത്തചാരുത പകരുന്നവർ ദിയ എസ് പ്രമോദ്, എഡ്ന മരിയ, നികിത, അൽഫോൻസ, അഭിന. സാങ്കേതിക സഹായം ജോബിൻ, ജോയൽ JS. സ്പെഷ്യൽ താങ്ക്സ് ഫാദർ രാഹുൽ ബി ആൻറ്റോ, ശ്രീ വേണു. റെക്കോർഡിംഗ് ആൻഡ് മിക്സിംഗ് ജോസ്, ബദൽ ഓഡിയസ്, ഉരുട്ടമ്പലം. നിർമ്മാണം നിറ്റ്സ് ഓലത്താന്നി. സംവിധാനം സതീഷ് മാമ്പള്ളി. നഷ്ടസ്വർഗം. നീന്തിടാനീ സൗഹൃദം ലഹരി. സംഗീതം ലഹരി സംഗീതം.
മാന്യമഹാജനങ്ങളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നാടും നാട്ടിൻപുറങ്ങളും നഗരവും നഗരത്തിന്റെ കാണാപ്പുറങ്ങളും ഊടാടി ചുറ്റി സഞ്ചരിച്ച് ഇതാ ഞാൻ ഇവിടെയും എത്തിയിരിക്കുന്നു. കുശുമ്പും കുന്നായ്മയും അനീതിയും അക്രമവും അടിമത്തവും വരുത്തിയിട്ടൊടുവിൽ നിങ്ങൾക്ക് നടുവിൽ ഞാൻ എത്തിയിരിക്കുന്നു. കണ്ടോ, നിങ്ങൾ ഈ പെട്ടി കണ്ടോ? ഇതൊരു കെണിയാണ്. കണ്ടുകണ്ടങ്ങിരിക്കും ജനങ്ങളെ കാണാതെയാക്കുന്ന മാന്ത്രിക പെട്ടി. എത്രയെത്ര മഹാന്മാരാണ് വെട്ടത്തിൽ ഈയാമ്പാറ്റ കണക്കെ ചിറക് തളർന്ന് തകർന്നടിയുന്നത്. ഈ കെണിയിൽ ഓരോരുത്തർ വീഴുന്നത് എങ്ങനെയെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതെ, ഞാനൊന്ന് മാറി നിൽക്കാം. നിങ്ങൾ ഈ പെട്ടി നോക്കിക്കൊള്ളണേ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. ഹായ്, കൊള്ളാലോ, അടിപൊളി പെട്ടി. പെരുവഴിയിലെ പെട്ടിയാണെങ്കിലും അതിമനോഹരം. കാഴ്ചയ്ക്കൊരു കുഴപ്പമില്ല. ഇനി ബോംബ് വല്ലതാണോ? അമ്മേ, ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലവാ. ഒന്ന് തുറന്നു നോക്കിയാലോ? ഹായ്, സ്മാർട്ട് ഫോൺ. ആരായിരിക്കും ഇതിവിടെ കൊണ്ടുവച്ചത്? വാട്സപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം എല്ലാം അപ്ഡേറ്റ് ആണല്ലോ. ശേ, ഈ വീഡിയോ മുഴുവൻ വൃത്തികേടാണല്ലോ. വേണ്ട, കാണണ്ട, ഒന്നും കാണണ്ട. അച്ഛനും അമ്മയും ടീച്ചേഴ്സും എല്ലാം പറഞ്ഞിട്ടുള്ളതാണ് ആവശ്യമില്ലാത്തതൊന്നും കാണരുതെന്ന്. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് കണ്ടാലോ? അയ്യേ, ഇവരിതെന്താ കഴിക്കുന്നേ? മദ്യവും മയക്കുമായിരുന്നു അല്ലേ? വേണ്ട വേണ്ട, ഒന്നും വേണ്ട. മോളെ, നീ എന്തിനാ പേടിക്കുന്നേ? മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നത് തെറ്റാണോ? എന്തൊക്കെ അതിക്രമങ്ങളാ നാം ദിവസവും മാധ്യമങ്ങളിൽ കാണുന്നത്. അതൊക്കെ വെച്ച് നോക്കുമ്പോ ഈ മദ്യവും മയക്കുമരുന്നും കഴിക്കുന്നത് വലിയ തെറ്റാണോ? ഇതൊന്നുമില്ലെങ്കിൽ നമുക്കെങ്ങനെയാ മോഡേൺ ആവാൻ കഴിയുക? ഇതൊക്കെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ട്രെൻഡ് അല്ലേ? ഒന്ന് പരീക്ഷിക്കുന്നോ? അയ്യോ, എനിക്കൊന്നും വേണ്ട. അച്ഛനും അമ്മ അറിഞ്ഞ എന്നെ വഴക്കു പറയും. അയ്യേ, നീ ഒരു പെൺകുട്ടിയാണോ? നിനക്കും വേണ്ടേ ഓജസ്സും ഉത്സാഹവും ഒക്കെ? നീ ആ വീഡിയോയിലൊന്ന് നോക്കിയേ. ആ കുട്ടികളുടെ മുഖത്തെ ഉത്സാഹം കണ്ടില്ലേ? ദേ നോക്കിയേ, ഇവനകത്തു ചെന്നാൽ നല്ല രസമാ. ഹേയ്, ഇതൊക്കെ വെറും തമാശയല്ലേ? നീയൊന്ന് രുചിച്ചു നോക്കുന്നോ? വേണ്ട, എനിക്ക് നന്നായി പഠിക്കണം. എന്റെ ടീച്ചറിനെ പോലെ എനിക്ക് നല്ലൊരു ടീച്ചർ ആകണം. അതിന് നിനക്ക് ടീച്ചറാകാൻ പറ്റില്ലെന്ന് ആരാ പറഞ്ഞത്? നീ ഒറ്റ പ്രാവശ്യം രുചിച്ചു നോക്കിയാ മതി. വാ വാ വാ. ഇപ്പോഴാ നീ ഒരു പെൺകുട്ടിയായത്. ഈ പെട്ടി ഇവിടെ കൊണ്ടുവച്ചതേ ഞാനാ. അതെയോ? താങ്ക് യു വെരി മച്ച്. ഇനി നിന്നിലൂടെയാണ് ഞാൻ ജീവിക്കുന്നത്. ഇന്നു മുതൽ നീ എന്റെ പ്രതിനിധിയായിരിക്കും.
നിനക്കൊരു സന്തോഷ വാർത്തയുണ്ട്. സന്തോഷ വാർത്തയോ? പറയൂ ചേട്ടായി. ഈ പെട്ടിയിലുള്ളത് ഉപയോഗിക്കുന്നവർക്ക് ഞാൻ ചില അടിപൊളി ഓഫറുകൾ നൽകാറുണ്ട്. ഓഫറുകളോ? അത് കൊള്ളാലോ. ഒന്നാമത്തെ ഓഫർ സന്തോഷം. നിങ്ങൾ പറഞ്ഞത് ശരിയാ ചേട്ടായി. എനിക്കിപ്പോ നല്ല സന്തോഷമുണ്ട്. നിന്റെ സന്തോഷമാണ് എന്റെ സന്തോഷം, അത് മറക്കരുത്. ഇല്ല, ഒരിക്കലുമില്ല. അടുത്ത ഓഫർ എന്താ ചേട്ടായി? ഓഫർ നമ്പർ 2 ധൈര്യം. അത് കൊള്ളാലോ. എനിക്കിനി ആരെയും ഭയമില്ല, ഒരു കൂസലുമില്ല. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അതിലേ പോകരുത്, ഇതിലേ പോകരുത്. ആരെങ്കിലും എന്നെ ഉപദേശിക്കാൻ വന്നോ കൊന്നു കളയും ഞാൻ. അവന്റെ ഒരു ഉപദേശം. നീയാണ് മോളെ പെൺകുട്ടി. ജീവിതം ആസ്വദിക്ക്, മതിയാവോളം ആസ്വദിക്ക്. ആരെന്തു പറഞ്ഞാലും ചെവി കൊടുക്കരുത്. ആളിയാ, ഈ ആകാശവും ഭൂമിയും എനിക്ക് ചുറ്റും കറങ്ങുന്നത് പോലെ ഇതിന്റെ ആപ്പാരെങ്കിലും ഊരിയോ? ഇനിയൊരു പ്രത്യേക ഓഫർ നിനക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രത്യേക ഓഫറുകളോ? അത് കൊള്ളാലോ. നിരാശ. നിരാശയോ? ഒന്നും വേണ്ടായിരുന്നു. മദ്യവും മയക്കുമരുന്നും വച്ച് നീട്ടിയ സുഖങ്ങൾ നിരാശയുടെ ചവിട്ടുപടിയാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. കരയരുത്. അടുത്ത ഓഫർ ഇതാ വരുന്നു, കുറ്റബോധം. ഞാൻ ലഹരിക്ക് അടിമയായി, നാടിനും വീടിനും കൊള്ളാത്തവളായി. എനിക്കിനി മരിച്ചാൽ മതി. ഞാൻ നശിച്ചു. ഹേ നാട്ടുകാരെ, ആരെങ്കിലും എന്നെ ഒന്ന് കൊന്നു തരുമോ? പ്ലീസ് കിൽ മീ. എനിക്കിനി ജീവിക്കണ്ട. ഇതാ നിനക്കായി കരുതി വച്ചിരിക്കുന്ന അവസാനത്തെ ഓഫർ, ദ മെഗാ ഓഫർ ക്യാൻസർ. മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ച് തൊണ്ടയിലും കുടലിലും ക്യാൻസർ വന്ന് വീടിനും നാടിനും തീരാവേദനയായി കഴിയുന്നവരെ നീ കണ്ടിട്ടില്ലേ? നിന്റെ ഗതിയും അതുതന്നെ. വേണ്ട, എനിക്കൊന്നും വേണ്ട. എനിക്ക് പോണം. എന്നെ ഇതിൽ നിന്ന് മോചിപ്പിക്കൂ. ഈ മഹാമാരിയിൽ നിന്നും ഒന്ന് മോചിപ്പിക്കൂ. ശബ്ദിച്ചു പോകരുത്. ഇനി നിനക്ക് മോചനമില്ല. ഒരിക്കൽ ഈ മാന്ത്രിക പെട്ടിയുടെ മോഹവലയത്തിൽ അകപ്പെട്ടാൽ പിന്നെ മോചനമില്ല. മരണം, മരണം, മരണം മാത്രം. ലഹരിയുടെ മാസ്മരിക വലയത്തിലകപ്പെട്ട് ജീവിതം നശിപ്പിച്ച അടിമകളിൽ ഒരാൾ മാത്രമാണ് നീ. വെറും അടിമ. എനിക്ക് മടുത്തു. ഇനി ഞാൻ എന്ത് ചെയ്യും? എല്ലാം തീർന്നില്ലേ? എല്ലാം നശിപ്പിച്ചില്ലേ? കുടിക്കണം. എനിക്ക് ഇനിയും കുടിക്കണം. വലിക്കണം. ഇനിയും വലിക്കണം. എല്ലാം മറക്കുന്നവരെ കുടിക്കുകയും വലിക്കുകയും ചെയ്യണം. പ്ലീസ്, ആരെങ്കിലും എനിക്ക് അല്പം മദ്യം തരൂ. പ്ലീസ്, ആരെങ്കിലും എനിക്ക് അല്പം മദ്യം തരൂ. പ്ലീസ്, പ്ലീസ്, പ്ലീസ്. അങ്ങനെ വഴിക്ക് വാ. നിന്റെ കയ്യിൽ പണമുണ്ടോ? സാരമില്ല, പണം നിന്റെ വീട്ടിൽ കാണും. നിന്റെ അപ്പനോടും അമ്മയോടും ചോദിക്കേ. തന്നില്ലേ കൊല്ലണം.
അമ്മേ, മോളെ മോളെ, ഇത്ര നാൾ നീ എവിടെയായിരുന്നു? നിന്നെ എവിടെയെല്ലാം ഞങ്ങൾ അന്വേഷിച്ചു. നിനക്കെന്തു പറ്റി? എന്ത് കോലവാടിയത്? തുടങ്ങിയല്ലോ ചോദ്യം ചെയ്യാൻ. എനിക്കല്പം സമാധാനം തരാവോ? എന്താ മോളെ ഇത്? ഹോസ്റ്റലിൽ നിന്ന് വാർഡൻ വിളിച്ചിരുന്നു. ആ വാർഡന് വേറെ പണിയില്ലേ? എനിക്ക് കോളേജും വേണ്ട, ഹോസ്റ്റലും വേണ്ട. എന്റെ ദൈവമേ, ഞാൻ എന്തായി കേൾക്കണത്? നിന്നെ വളർത്താൻ ഞങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ നീ മറന്നോ? നിനക്ക് വേണ്ടി അച്ഛൻ ഗൾഫിൽ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് നിനക്കറിയാമോ? കഷ്ടപ്പാട് കഷ്ടപ്പാട് കഷ്ടപ്പാട്. എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. എനിക്ക് പണം വേണം. ലഹരി വാങ്ങിക്കാൻ എനിക്ക് പണം വേണം. പണം താ. എന്റെ പൊന്നു മോളെ, നിനക്കെന്തു പറ്റി? നീ ലഹരിക്ക് അടിമയായോ? ഇതിനാണോ നിന്നെ ഇത്ര നാൾ ഞങ്ങൾ പഠിപ്പിച്ചത്? നീ നിന്റെ ഭാവി തകർത്തില്ലേ? ഈ കുടുംബത്തെ നശിപ്പിച്ചില്ലേ? നീ ആരാ എന്നെ ഉപദേശിക്കാൻ? ഒരു ഉപദേശക വന്നിരിക്കുന്നു. എനിക്ക് പണം വേണം, പണം വേണം. പണം താ, പണം തരാൻ. വേണ്ട മോളെ, എന്നെ വിട് മോളെ, വേണ്ട മോളെ. ഏയ്, എന്താ ഇവിടെ പ്രശ്നം? ഇതുവരെയും ഈ വീട്ടിൽ നിന്നും ഇങ്ങനൊരു ബഹളം കേട്ടിട്ടില്ലല്ലോ. എന്താ പ്രശ്നം? ഒത്തിരി നേരമായല്ലോ ബഹളം തുടങ്ങിയിട്ട്. നേതാവേ, എന്റെ മോൾ നശിച്ചു. അവൾ ലഹരിക്ക് അടിമയായി. ലഹരി ഉപയോഗിച്ചതിലൂടെ അവളുടെ ശരീരത്തിൽ ചില രോഗങ്ങൾ ബാധിച്ചു. എന്തുമാത്രം ഓമനിച്ച് ലാളിച്ചു വളർത്തിയതാ ഇവളെ. എന്റെ മോളെ തിരിച്ചു തരാൻ കഴിയുമോ നേതാവേ? എനിക്കെന്റെ മോളെ വേണം, എനിക്കെന്റെ മോളെ വേണം. ഓ, ഇതാണോ പ്രശ്നം? ഇത് വെറും നിസ്സാരമല്ലേ? നേതാവേ, കാര്യം നിസ്സാരം, പക്ഷേ പ്രശ്നം ഗുരുതരമാണല്ലോ. എടോ, ഭരണചക്രം ഇന്ന് നമ്മുടെ കയ്യില. ഇവിടെ എന്തു നടക്കണം, എന്തു നടക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. പിന്നെയാണോ ഈ നിസ്സാര പ്രശ്നം? ആശുപത്രികൾ, സ്കൂളുകൾ, സുന്ദരമായ റോഡുകൾ, ഇവയൊക്കെ നടപ്പിലാക്കി നമുക്ക് ഇതൊരു പ്രശ്നമാണോ? ഇവിടെ നമ്മൾ എന്ത് പ്രശ്നവും എടുക്കും. എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട. എനിക്കെന്റെ മോളെ തിരിച്ചു തന്നാ മതി. അവളെ എനിക്ക് പഴയതുപോലെ തിരിച്ചു തരാൻ കഴിയുമോ നേതാവേ? നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇവളെപ്പോലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കോടികൾ മുടക്കി മൾട്ടി ലെവൽ ഹോസ്പിറ്റലുകൾ പണിതിരിക്കുന്നത്. വേണമെങ്കിൽ ഇവിടെയും ഒരു ഹോസ്പിറ്റൽ പണിയാം. നേതാവേ, ഈ അടുത്ത കാലത്തല്ലേ അപ്പുറത്തെ പഞ്ചായത്ത് ഒരു മൾട്ടി ലെവൽ ഹോസ്പിറ്റൽ പണിതത്? ഇനി ഇവിടെയും വേണോ ഒരെണ്ണം? ഇവിടെയും ഇരിക്കട്ടെ ഒരെണ്ണം. ഇലക്ഷനൊക്കെ വരാൻ പോകുകയല്ലേ? അപ്പോ നേതാവിന്റെ ബുദ്ധി അപാരം. അപ്പോ മറക്കണ്ട, അടുത്ത വോട്ട് നമ്മുടെ പാർട്ടിക്ക് തന്നെ ആയിരിക്കണം. പിന്നെ ഇവിടത്തെ സ്ഥാനാർത്ഥി ആരാ? നേതാവ് തന്നെ. നേതാവേ, എന്റെ മകളുടെ കാര്യം? അത് നമ്മുടെ പാർട്ടി എപ്പോഴേ ഏറ്റെടുത്തു. അതെ, ഒരല്പ തിരക്കുണ്ട്, ഞാൻ പോയി വരട്ടെ. ഇലക്ഷൻ സമയത്ത് മാത്രം പൊങ്ങി വരുന്ന നേതാക്കന്മാരും പാർട്ടിക്കാരും, വികസനത്തിന്റെ പേര് പറഞ്ഞ് 4 ഭാഗത്തു നിന്നും കീശ വീർപ്പിക്കുന്നവർ, ഇവർക്കൊന്നും എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ സമയമില്ല. കനലെരിയുന്ന ഈ നെരുപ്പോടണയ്ക്കാൻ ആർക്കാ കഴിയുക? അല്പം ആശ്വാസം പകരാൻ ആർക്കാ കഴിയുക?
രക്ഷിക്കമ്മേ. മോളെ, നീ കരയണ്ട. ഈ അമ്മയുണ്ട് നിന്റെ കൂടെ. മോള് പേടിക്കണ്ട. അമ്മേ, നേഴ്സ്, ഓരോരുത്തരെയാ കടത്തിവിടൂ. ഡോക്ടർ, എന്റെ മകളെ രക്ഷിക്കണം. അവളൊരു പാവമാണ്. കരയാതിരിക്കൂ, ഞാനൊന്ന് നോക്കട്ടെ. മോളെ, ഈ പ്രായത്തിൽ നീ എങ്ങനെയാ ലഹരിക്ക് അടിമയായത്? ഒരു രസത്തിന് വേണ്ടി തുടങ്ങിയതാ. തുടർച്ചയായ ഉപയോഗം എന്നെ ഒരു രോഗിയാക്കി മാറ്റി. ഇന്നെല്ലാവരും ഇങ്ങനെയാ, ഒരു രസത്തിന് വേണ്ടി ആരംഭിക്കുന്നു. തുടക്കത്തിൽ കൂട്ടുകൂടാനും ലഹരി വസ്തുക്കൾ വാങ്ങിത്തരാനും കൂട്ടുകാർ ഒത്തിരി പേരുണ്ടാകും. രോഗിയായാൽ ആരും കാണില്ല. ഡോക്ടർ, എന്റെ കൈകാലുകൾ വിറയ്ക്കുന്നു. തല പൊട്ടിപ്പോകുന്ന വേദന. ആരോടെങ്കിലും സംസാരിക്കാൻ എനിക്ക് പേടിയാ. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഡോക്ടർ. മോള് പറഞ്ഞത് ശരിയാ. ഇതിനെ മെഡിക്കൽ സയൻസിൽ വിഡ്രോവൽ സിംറ്റംസ് എന്നാണ് പറയുന്നത്. ലഹരി തലച്ചോറിലെ ഡോപ്പോമൈൻ്റെ നിലയെ മാറ്റിമറിക്കും. അത് വികാരങ്ങളെയും ചിന്തകളെയും നശിപ്പിക്കുന്നു. അമ്മ ക്ഷമിക്കണം. ഇവളുടെ ശരീരത്തിൽ ചില രോഗങ്ങൾ ബാധിച്ചിരിക്കുകയാണ്. ഇവൾ ലഹരിക്ക് അടിമയായതിനാൽ ചികിത്സ ആരംഭിക്കാനും കഴിയില്ല. എന്റെ മകളെ രക്ഷിക്കാൻ ആധുനിക വൈദ്യശാസ്ത്രത്തിന് കഴിയില്ലെന്നാണോ? വൈദ്യശാസ്ത്രത്തിനും പരിമിതികളുണ്ടേ. ആദ്യം ഇവളെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കൂ. അത് കഴിഞ്ഞാവാം ചികിത്സ. റൗണ്ട്സിന് സമയമായി, ഞാൻ പോട്ടെ. ലഹരിയുടെ ചില്ലയിൽ കൂടൊന്നു കൂട്ടിയിട്ട് മരണത്തെ പുൽകല്ലേ പൊന്നുകുഞ്ഞേ. അറിയാത്ത വഴികളിൽ പടരുന്ന ലഹരിമേൽ ഒഴുകല്ലേ ഭ്രാന്തനായിന്നു പാരിൽ. അറിയാത്ത വഴികളിൽ പടരുന്ന ലഹരിമേൽ ഒഴുകല്ലേ ഭ്രാന്തനായിന്നു പാരിൽ. തോഴനെ തോൽപ്പിച്ച് പൗരുഷം കാട്ടുവാൻ നുരയുന്ന ലഹരിമേൽ വീണിടല്ലേ. തോഴനെ തോൽപ്പിച്ച് പൗരുഷം കാട്ടുവാൻ നുരയുന്ന ലഹരിമേൽ വീണിടല്ലേ. പിടയുന്ന നെഞ്ചതിൽ എരിയുന്ന തീയുമായി തിരയുന്ന പ്രിയരെ ഓർത്തുകൊള്ളുക. എന്റെ പരീക്ഷണം ഇവിടെയും വിജയിച്ചിരിക്കുന്നു. ഹേയ്, നിങ്ങൾ ഒരിക്കൽ ചോദിച്ചില്ലേ എന്റെ പേരെന്താണെന്ന്? ഞാനാണ് ലഹരി. സകല തിന്മകളുടെയും ഉറവിടം. ഞാനൊരുക്കിയ കെണിയിൽ ഇവൾ വീണിരിക്കുന്നു. ഇവളെ ഇനി രക്ഷിക്കാൻ ആർക്കുമാവില്ല. ആർക്കും. പണത്തിനും സുഖത്തിനും വേണ്ടി നീ സേവിക്കുന്ന ലഹരിയുണ്ടല്ലോ, ഒടുവിൽ അത് നിന്നെ കാർന്നു തിന്നും. ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി നിന്റെ മക്കൾ അലയും.
നിന്റെ കുടുംബം താറുമാറാകും. ഇന്നു നീ, നാളെ നീ, പിന്നെ നിങ്ങൾ. അങ്ങനെ ഓരോരുത്തരെയായി ഞാൻ എന്റെ വലയിലാക്കും. ഇനി ഈ പെട്ടിയുമായി ഞാൻ വരികയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെ അടുത്തേക്കും. മരണം, മരണം, മരണത്തിന് മാത്രം എന്നെ ഇനി രക്ഷിക്കാൻ കഴിയൂ. എവിടെ മരണം? എവിടെ മരണം? മരണമേ, നീ എവിടെയാണ്? വരൂ, വരൂ, എന്നെ ഒന്ന് കൊണ്ടുപോകൂ, എന്നെ ഒന്ന് കൊണ്ടുപോകൂ, എന്നെ ഒന്ന് കൊണ്ടുപോകൂ. മോളെ, നീ ഒറ്റയ്ക്കല്ല, ഈ അമ്മയുണ്ട് നിന്റെ കൂടെ. ഈ അപമാനഭാരവും പേറി അമ്മയ്ക്കിനി ജീവിക്കാൻ കഴിയില്ല. വാ, നമുക്കൊരുമിച്ച് പോകാം. അരുത്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ജീവിതം ഈശ്വരന്റെ ദാനമാണ്. അത് ജീവിച്ചു തന്നെ തീർക്കണം. അച്ഛനത് പറയാം, ഞങ്ങൾക്ക് വേറെ വഴിയില്ല. സങ്കടങ്ങൾ വരുമ്പോൾ തകർന്നു പോകുന്നത് മനുഷ്യ സഹജമാണ്. പക്ഷേ ആ തകർച്ചയിൽ അവസാനിക്കുന്നതല്ല ജീവിതം. അച്ഛാ, ഞാനൊരു പാവിയാണ്. ഇല്ല മോളെ. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞപ്പോൾ എല്ലാം അവസാനിച്ചുവെന്ന് പത്രോസ് കരുതി. പക്ഷേ യേശു പത്രോസിനെ ചേർത്തു പിടിച്ചു. നീ വീണുപോയിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ നിനക്ക് കഴിയും. നിന്നെ സ്നേഹിക്കുന്ന ഒരു വലിയ സമൂഹം നിന്റെ കൂടെയുണ്ട്. ഞങ്ങളുടെ നൊമ്പരം ആരറിയാം? നിരാശപ്പെടരുത്. ഇവളെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. ഞങ്ങളെ സഹായിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? എനിക്കത് വിശ്വസിക്കാനാവുന്നില്ല. വിശ്വസിക്കണം. വിശ്വസിച്ചേ മതിയാവൂ. ഇവരെ പോലുള്ളവരെ സഹായിക്കുന്നതിനായി നമ്മുടെ നാട്ടിൽ ധാരാളം ലഹരി വിമോചന കേന്ദ്രങ്ങളുണ്ട്. അവിടെ നിന്ന് ലഭിക്കുന്ന കൗൺസിലിങ്ങിലൂടെയും ചികിത്സയിലൂടെയും ഇവളെ ലഹരിയിൽ നിന്ന് നമുക്ക് മോചിപ്പിക്കാം. എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാനാവുന്നില്ല. അങ്ങേ ഞങ്ങളുടെ അരികിലേക്ക് അയച്ചത് ഈശ്വരനാണ്. പോകാം, പോകാം. എനിക്കെന്റെ മോളെ വേണം. എനിക്കെന്റെ മോള് വേണം. തീർച്ചയായും പോകാം. അവിടുത്തെ ചികിത്സ പൂർത്തിയാക്കിയ ശേഷം ഒരു നല്ല ആശുപത്രിയിൽ പോയി ഇവളെ നമുക്ക് ചികിത്സിക്കാം. എന്റെ മനസ്സിൽ പ്രതീക്ഷയുടെ പുലരി പിറന്നു കഴിഞ്ഞു. ഇനി ഒരിക്കലും ഞാൻ ലഹരി ഉപയോഗിക്കില്ല. ഇനി എൻ്റെ ജീവിതം ലഹരി വിമോചന പ്രവർത്തനങ്ങളിലായിരിക്കും. എൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ? കൂട്ടുകാരെ, നിങ്ങളൊരിക്കലും ലഹരിയുടെ കെണിയിൽ വീഴരുത്. മാതാപിതാക്കളെ, നിങ്ങളൊരിക്കലും ലഹരിക്ക് പിന്നാലെ പോകരുത്. ലഹരിക്കെതിരെ പോരാടാം. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാളും നാം. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാളും നാം. വരം കണക്കി കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം. വരം കണക്കി കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം. ശിരസ്സുയർത്തി 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 പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാളും
ഓരോ ജീവിതവും ഓരോ സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങളിലൂടെ നമ്മൾ നെയ്തു കൂട്ടുന്ന നിറമുള്ള കാഴ്ചകൾ. കാലത്തിൻ്റെ പണിശാലയിൽ നല്ല ശില്പികളാകേണ്ട നമ്മുടെ കുഞ്ഞുമക്കളോട് ഒരു വാക്ക്: ലഹരി ജീവിതത്തോട് തന്നെയായിരിക്കണം, അച്ഛനമ്മമാരുടെ കലവറയില്ലാത്ത സ്നേഹത്തോട്. അരങ്ങിലെത്തിയവർ അഞ്ജന, അഞ്ജിത, യത്ന മരിയ, ബൈജു PC, ജോയി ഓലത്താനി, ജോണി C, റൂബൻ ദാസ്. മാറണം 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 മാറണം. നമ്മളൊത്തു പാടുന്നു, സംഘശക്തി പാടുന്നു, അരുതരുത് മക്കളെ അരുതരുത്. ജീവിതമതൊന്നു മാത്രം ഓർമ്മ വേണം മക്കളെ, ലഹരി എന്നാൽ മരണമെന്ന് ഓർമ്മ വേണം മക്കളെ. അമ്മയെ മറന്നിടാതെ, അച്ഛനെ മറന്നിടാതെ. സ്നേഹബഹുമാനമുള്ള ക്രിസ്റ്റഫറച്ച, പ്രിയ മാതാപിതാക്കളെ, പ്രിയ സഹോദരരെ, നമ്മുടെ ഇടവക